അസ്സലാമു അലൈക്കും. നമ്മുടെ മലപ്പുറം ആരിഫത്താത്താക്ക് ഇസ്ലാം അലൈക്കും. നിങ്ങൾ മാത്രമല്ല പല സ്ത്രീകളും ഷാജിയെ കുത്തി നോവിക്കുന്നത് കണ്ടപ്പോൾ അങ്ങനെ എല്ലാവരും തുടങ്ങിക്കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ ഭാവി എന്താകും? ആ പിഞ്ചു മക്കൾക്ക് ഉമ്മയുണ്ടാകുമോ? ഷഫീന ബീവിയെ ലോല ഹൃദയയാക്കിക്കൊണ്ട് ആ താത്ത ക്ഷമാപണം നടത്തി ചെയ്ത പ്രവൃത്തി നിങ്ങൾ കണ്ടില്ലേ? ഇതാണ് പെൺബുദ്ധി എന്ന് പറഞ്ഞാൽ. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം, ഞാനാണോ സാജിദയുടെ ഭർത്താവെന്ന്? 100ഓളം വീഡിയോകൾ ചെയ്ത എൻ്റെ ചാനലിൽ 1-2 വീഡിയോ ഒഴിച്ചാൽ മറ്റെല്ലാം ഷാജിദയുടെ വീഡിയോ ആണെന്ന് പച്ച കള്ളവും പറഞ്ഞു. പോരാ, 2 കാര്യം. നീ അവിടെ ഇരുന്നോ, എൻ്റെ ചാനലിന് റെഡിയാക്കാം, വരുമാനം കിട്ടിയാൽ മതിയല്ലോ. താത്താക്കറിയോ താത്തേ, ഞാൻ ചെറുപ്പം മുതലേ അധ്വാനിക്കുന്നവനാണ്. അതും നിങ്ങളെ നാട്ടിൻപുറത്തെ അധ്വാനമല്ല, മത്സ്യത്തൊഴിലാളിയാണ് ചേച്ചി. അപ്പോൾ അധ്വാനം കുറച്ചൊക്കെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പില്ലേ? പിന്നെ ആണാണെങ്കിലും മുഖത്ത് നോക്കി സംസാരിക്കണമെന്ന്. എൻ്റെ മുഖത്തെക്കുറിച്ച് ന്യൂനതകളുണ്ടെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ മേക്കപ്പും ലിപ്സ്റ്റിക്കുമെന്ന് വാങ്ങാനുള്ള കാശ് എൻ്റെ കയ്യിലില്ല എന്ന് വിചാരിച്ചു. അതുമല്ലെങ്കിൽ നിങ്ങൾക്കില്ലാത്ത ഒന്ന് എനിക്കുണ്ടെന്ന് വിചാരിച്ചു. ലജ്ജ. പിന്നെ ഞാൻ പെൺകുട്ടികളുടെ ഫോട്ടോ വെക്കുന്നതാണ് നിങ്ങളുടെ പ്രശ്നം. അതിനുള്ള അവസരം അവർ തന്നെ ഉണ്ടാക്കി തന്നതാണ്. ആണുങ്ങളാണെങ്കിൽ നേരിട്ട് വരും എന്ന് പറഞ്ഞില്ലേ താത്തേ? ഞാൻ ആണാണ് എന്ന് ഇത് മനസ്സിലാക്കിയ ഒരാൾ എൻ്റെ വീട്ടിലിരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ വാട്സപ്പിൽ പോലും തൻ്റെ മുഖം കാണിച്ചുള്ള പ്രൊഫൈൽ ഫോട്ടോ വെക്കാൻ പോലും അവൾക്ക് കഴിയില്ല. അവൾക്കറിയാം അവളുടെ കൂടെയുള്ളത് ഒരു ആണൊരുത്തനാണെന്ന്. നിങ്ങൾക്ക് ചിലപ്പോൾ ജീവിതത്തിൽ അത്തരമൊരു അവസരം കിട്ടാത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾ ഇതുപോലെ യൂട്യൂബിൽ വന്ന് നിരങ്ങുന്നത്. ഞാൻ നിങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞില്ല. നിങ്ങളാണ് ചൊറിഞ്ഞത്, അപ്പോൾ ഞാനങ്ങ് മാന്തി എന്ന് മാത്രം. അപ്പോൾ അതാ നിങ്ങൾ വീണ്ടും ചൊറിയാൻ നിൽക്കുന്നു. അപ്പോൾ പിന്നെ കീറി വലിച്ചെറിയുകയല്ലേ ചെയ്യേണ്ടത്? പക്ഷേ നിങ്ങൾ ചെയ്തതിൽ ഒരു ചെറിയ തെറ്റുണ്ട്. അത് ആരെക്കുറിച്ചാണെന്ന് വ്യക്തമായി ആ വീഡിയോകളിലൊന്നും നിങ്ങൾ പറഞ്ഞില്ല. അതുകൊണ്ട് നിങ്ങൾ പെണ്ണല്ല എന്നൊന്നും പറയാൻ ഞാൻ തയ്യാറില്ല. ഞാൻ പറഞ്ഞത് ഒരു വാക്കാണ്. ശരീഅത്തുള്ള മുസൽമാനല്ലേ, ശരി വിട്ടാരും നടന്നീരല്ലേ. ഞാൻ പറഞ്ഞത് എങ്ങനെയാണെന്ന് താത്താക്ക് മനസ്സിലായിട്ടില്ലേ? അന്യപുരുഷനെ മുഖം കാണിച്ചുകൊണ്ട് മുസ്ലിമാണെന്ന് പറയുന്ന സ്ത്രീക്ക് ഇതുപോലെ വന്നിരിക്കാൻ പറ്റുമോ? ഇതാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ ഇനി ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ചോദിച്ച കാര്യത്തിൻ്റെ മതവിധി ഒന്ന് പറഞ്ഞു നൽകാം. അത് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ തന്നെ പറയും, നരകത്തിലേക്ക് കാര്യം നീട്ടിയാണ് ഞങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത് എന്ന്. ഇതോടുകൂടി ഞാൻ ആ കാര്യം വിട്ടു. ഇനി ഞാൻ നിങ്ങളോട് ഇക്കാര്യങ്ങൾ പറയാൻ ഇല്ല. എന്തെന്നാൽ അള്ളാഹുവും റസൂലും പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വ്യതിചരിച്ച് നിൽക്കുന്നവരെ നന്നാക്കാൻ നോക്കിയിട്ട് എന്ത് കാര്യം? ഇനി കുറിച്ച് അള്ളാഹുവേയും റസൂലിനെയും പണ്ഡിതന്മാരെയും കുറ്റം പറയാനുള്ള അവസരം നൽകാം. ചോദ്യം അല്ല. അപ്പോൾ ഹിജാബ് നിഖാബിൻ്റെ വിഷയം ചുരുക്കി പറയാം. പെണ്ണിൻ്റെ പുറത്തിറങ്ങുമ്പോൾ അന്യപുരുഷന്മാർ കാണുന്ന രൂപത്തിൽ പുറത്തിറങ്ങുമ്പോൾ ഒരന്യപുരുഷൻ ബോധപൂർവം തൻ്റെ മുഖം നോക്കിക്കാണുന്നു എന്ന് ഉറപ്പായാൽ അപ്പോൾ മുഖം മറക്കൽ നിർബന്ധമാണ് എന്നതിൽ തർക്കമില്ല.